ഫ്രണ്ട്സ്, നമ്മൾ പറയാൻ പോകുന്നത് ഗപ്പി കുഞ്ഞുങ്ങൾ യാദൃശ്ചികമായി വളരെ പെട്ടെന്ന് എനിക്ക് വളർച്ച കിട്ടി. അതെന്താണെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ പരീക്ഷണമൊക്കെ നടന്ന് വിജയിച്ചതാണ്. അപ്പോൾ അതിൻ്റെ 2 ഉദാഹരണങ്ങളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളെ പ്ലാറ്റിനം റെഡ് ആ ഒരു കുഞ്ഞുങ്ങളാണ് ഈ ഒരു ബേസിനിൽ കിടക്കുന്നത്. ഇത് രണ്ടിലും തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള വെള്ളം എന്ന് പറയുന്നത് ഇതാ ഇത്രേ ഉള്ളൂ, വളരെ കുറച്ച്. അതാണ് ഈ ഒരു ഗപ്പികളുടെ വളർച്ചയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒന്ന് ജസ്റ്റ് അതിൽ മുക്കി കാണിച്ചു തരാം. ഇതാ ഈ ഒരു ആഴം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രഹസ്യം. അപ്പോൾ ഇതിലുള്ള ഗപ്പി കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് ഗ്രോത്ത് കിട്ടി. ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമായ കുഞ്ഞുങ്ങളാണ്. സാധാരണ ഒരു 2 മാസമൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു സൈസായി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം വളരെ കുറച്ച്, അത്രത്തോളം വളരെ കുറച്ച് ചെയ്തപ്പോൾ നമുക്ക് ഗപ്പി കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് കിട്ടിയതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ഇപ്പോൾ ഇതിൽ കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾ. ഈ ഗപ്പി കുഞ്ഞുങ്ങൾ കിടക്കുന്നതും ഏകദേശം ഒരു 2 ആഴ്ച പ്രായമായിട്ടുള്ള, ഇതിൽ 2 ബാച്ചിൽ കിടക്കുന്നുണ്ട്. 2 വലുതുണ്ട്, ചെറുതും കിടക്കുന്നത്. 2 ആഴ്ച പ്രായമായത് വളരെ പെട്ടെന്ന് വളർച്ച കിട്ടി. ഇത് ഒരു മാസത്തിൻ്റെ അടുത്താവാനായിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല സൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രത്യേകത പറഞ്ഞത് വെള്ളം വളരെ കുറച്ച് കൊടുത്തപ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടിയത്. കുഞ്ഞുങ്ങളെ നോക്കിയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് വളർച്ച കിട്ടി. നല്ല ടെയിലും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് വന്നു. അതായത് നല്ലൊരു മെയിൽ, നല്ലൊരു ഇയറും കാര്യങ്ങളൊക്കെ വന്നു. അത് ഇതിൻ്റെ ആഴം ജസ്റ്റ് ഒന്ന് മുക്കിയപ്പോൾ തന്നെ അത് അടിയിൽ മുങ്ങി. അപ്പോൾ അതാണ് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയത്. ഇത് ഒരൊറ്റ ബാച്ചിലുള്ള കുഞ്ഞുങ്ങളാണ്. അതിൽ മെയിലാണ് വളരെ പെട്ടെന്ന് സൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിതിനൊക്കെ കോരിയിട്ട് ഒരു പാത്രത്തേക്ക് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് പയ്യന്ന് കോരിയതാണ്. ആ കുഞ്ഞുങ്ങളെ സൈസ് നോക്കി നോക്കി 1 മാസത്തിൻ്റെ അടുത്ത് വലുപ്പമായിട്ടുള്ള കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് നല്ല ആക്റ്റീവിലും ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണമാണ് ഞാനിപ്പോൾ നമ്മളെ ഗപ്പികളിൽ ഞാൻ നടത്തിയത്. ഗപ്പി കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, വലിയ സൈസിലുള്ള ഗപ്പി കുഞ്ഞുങ്ങളിലാണ് ഇങ്ങനെ കൂടുതലായിട്ടും എനിക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടിയിട്ടുള്ളത്. വളരെ പെട്ടെന്നാണ് നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങൾ വളരെ സൈസായി കിട്ടിയത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു 1.5 മാസം കൊണ്ട് വളർച്ച കിട്ടുന്നത് നമുക്കത് 1 മാസം കൊണ്ട് ഒരു 10-20 ദിവസം നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് എക്സ്ട്രാ ലാഭിക്കാൻ പറ്റി. അതാണ് ഈ ഒരു വളർച്ച കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ പരീക്ഷണം നടത്തിയത് പ്ലാറ്റിനം റെഡ് എന്ന ഒരു ഗപ്പി കുഞ്ഞുങ്ങളിലാണ് നടത്തിയത്. അപ്പോൾ ഈ പരീക്ഷണം നമുക്ക് എല്ലാ ഗപ്പി കുഞ്ഞുങ്ങളിലും നമുക്ക് ഇനി നടത്താവുന്നതാണ്. ഞാനിപ്പോൾ ഇത് 2 ബേസിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് കുറച്ച് പോരായ്മ ഉണ്ട്. കാരണം നമുക്ക് ഈ വെള്ളം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് വലിയ റിസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ആഴം മാത്രമേ നമുക്ക് ഗപ്പി ടാങ്കിലുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഈ നല്ല നടുവേനലാവുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് ആവിയായി പോകും. അപ്പോൾ ആ സമയത്ത് വെള്ളം നമ്മൾ വേഗം ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരു പ്രോബ്ലം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഇല്ലെങ്കിൽ വെള്ളം വറ്റിയിട്ട് ഗപ്പികൾ ചാകാനുള്ള ചാൻസ് കൂടുതലാണ്. വെള്ളം ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ ഒട്ടും അവർക്ക് നീന്താൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തും. ഇത് അവർക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൻ്റെ അടിക്ക് വേഗം പോയി വരാനുള്ള ഒരു ടൈം, സെക്കൻഡോടെ എത്താനുള്ള ടൈമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗപ്പികളിലേക്ക് കൂടുതൽ ഓക്സിജൻ പാസ്സാവുന്നതുകൊണ്ട്, വളരെ പെട്ടെന്ന് പാസ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് വളർച്ച വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നുണ്ട്. അതാണ് മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഗപ്പികളിൽ ആഴം കുറവുള്ള ടാങ്കാണ് മിക്കവാറും നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് അതിനേക്കാളും വളരെ ആഴം കുറവ്, ഈ ഒരു സൈസിലേക്കുള്ള ആഴം കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തായി വളരെ പെട്ടെന്ന് ഗപ്പികൾ നമുക്ക് റിസൾട്ടിലേക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണ സഹിതമാണ് ഞാനിപ്പോൾ കാണിച്ച് തന്നിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ സൈഡ് വ്യൂ ഞാനിന്നിപ്പോൾ ഒന്നുകൂടിയും കാണിച്ചു തരാം. നമുക്ക് കാണാം ഫീമെയിലും മെയിലും ഒക്കെ ഏകദേശം തിരിഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക്, അതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വളരെ ഗുണം. ഇതിപ്പോൾ ഈ ഒരു മെയിലൊക്കെ വളരെ പെട്ടെന്ന് ഷൂട്ടേഴ്സായിട്ട് നമുക്ക് നല്ലൊരു മെയിലിനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേഗം സെപ്പറേറ്റ് ചെയ്യാവുന്ന പരിപാടി കഴിഞ്ഞു. അപ്പോൾ വളർച്ച വളരെ പെട്ടെന്നാണ് നമുക്കിത് റിസൾട്ട് കിട്ടിയത്. പക്ഷേ വലിയ ഗപ്പികളിൽ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. കുഞ്ഞുങ്ങൾക്കാണ് നമുക്ക് മെയിനായിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. കുഞ്ഞുങ്ങൾക്ക് ആഴം കുറവുള്ളൂ, വളരെ കുറവ്. നമ്മൾ സാധാരണയൊക്കെ 1/2 അടിയൊക്കെ നമ്മൾ പ്രിഫർ ചെയ്ത്, ഇത് 1/2 അടിയൊന്നും അല്ല, നമുക്ക് ഒരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത് ആ ഒരു തിക്നെസ്സിലാണ് വെള്ളം നമ്മൾ നിർത്തിയിട്ട് ഈ ഗപ്പി കുഞ്ഞുങ്ങളതിൽ വളർത്തിയത്. വെള്ളം നമ്മൾ 4 ദിവസം കൂടുമ്പോൾ അങ്ങനെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ആ ഒരു ആഴം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ പോരായ്മ അപ്പോൾ ശ്രദ്ധ നമുക്ക് എപ്പോഴും ഇവർക്ക് വേണം. ഇല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് ഫുഡ് എടുക്കലും ഒക്കെ ആയതുകൊണ്ട്, വളരെ നല്ല ആക്റ്റീവ് ഒക്കെ ആയതുകൊണ്ട് വളരെ പെട്ടെന്നാണ് ഒരു സൈസായി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇത് മെയിലും ഫീമെയിലും ഇപ്പോൾ നമുക്കൊരു 90% നമുക്കിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിനൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ വേറെ ടപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, മെയിലും ഫീമെയിലും. അതിലേക്കാണ് ഞാൻ ഇതിനെ ഇടാൻ പോകുന്നത്. ഇനി ഇപ്പോൾ നമുക്കിത് ഇപ്പോൾ പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇനി മെയിൽ ചെയ്യാം.
ഇതിപ്പോൾ ഇയറുള്ളത് നമുക്ക് വേഗത കാണുന്നുണ്ട്. ഇയറുള്ളത് ഇപ്പോൾ 1, 2, 3 കാണാണ്ട്. അത് നമ്മൾ ഷൂട്ടേഴ്സായിട്ടാണ് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ വേഗം നമ്മളെ മെയിൽ വളർത്തുന്ന സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മെയിൽ വളർത്തുന്ന ആ ഒരു ടാങ്കിലേക്ക് അതിന് വേഗം മാറ്റും. പിന്നെ റെഡിഷ് കളർ കുറച്ച് കുറവുള്ളതൊക്കെ നമുക്ക് കുറച്ച് സൈസ് ആയിട്ടുള്ളതുകൊണ്ട് അതൊക്കെ ദൈവം പോകുന്നത് ഇതൊക്കെ ഈ കാണുന്നത് ഫീമെയിലാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മോൾവി നോക്കിയിട്ട് നമുക്ക് ഏകദേശം നമുക്ക് ഇതിനൊക്കെ മനസ്സിലാക്കാം. ബാക്കിയുള്ള ചെറിയ സൈസ് നമുക്ക് ഒട്ടും മനസ്സിലാക്കാം, അണ്ടർസ്റ്റാൻഡ് ഒന്നും ചെയ്യാൻ പറ്റാത്തതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ടാങ്കിലേക്ക് തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഷൂട്ടേഴ്സിനെ മാത്രം നമുക്ക് മാറ്റിയെടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിലുള്ള ഒരു ഫീമെയിലിനെയും മെയിലിനെയും നമ്മൾ 2 പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ബാക്കിയുള്ള കുറച്ച് വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അതിനെ നമ്മൾ തിരിച്ച് വീണ്ടും ആ ഒരു ടാങ്കിലേക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇതിൽ ഈ വെള്ളം ഞാനിപ്പോൾ പറഞ്ഞതുമാതിരി 4 ദിവസം കൂടുമ്പോൾ വെള്ളം നിറച്ച് കൊടുക്കണം. അപ്പോൾ ചെറിയൊരു ബേസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം നടത്താൻ പറ്റില്ല. കുറച്ചുകൂടി വിസ്താരം വേണം, എന്നാലും അവർക്ക് നീന്തി കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവുള്ളൂ. കാരണം ഒട്ടും ആഴല്ലാത്ത രീതിയിലാണ് നമ്മളത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. സാധാരണയായി നമ്മൾ അര അടിയുടെ ഈ ഉയരത്തിലൊക്കെയാണ് നമ്മൾ വെള്ളം നിറച്ച് സെറ്റാക്കാറുള്ളത്. ഈ സമയത്ത് നമുക്ക് വെള്ളം കുറയുന്നതന്നെ ആ ഒരു പ്രശ്നം അതിൽ ഉദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആഴം ഇപ്പോൾ സാധാരണ ഈ അളവിലേക്കുള്ള വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്സിജൻ വെള്ളത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ അതിനൊരു ടൈം ഡിഫറൻസ് ഉണ്ടായിരിക്കും. ചിലത് വളരെ ആഴം കൂടുന്നതനുസരിച്ച് വെള്ളത്തിലേക്ക് ഓക്സിജൻ പാസ് ചെയ്യുന്ന സമയം കുറച്ച് ദൈർഘ്യം കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ ആഴം വളരെ കുറച്ച് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് ഓക്സിജൻ കിട്ടും. ആ ഒരു ഗുണം കൊണ്ടാണ് ഇവർക്ക് വളരെ പെട്ടെന്ന് സൈസായി കിട്ടുന്നത്. ഫുഡ് എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് സൈസായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ടെക്നിക്ക് ആദ്യമായിട്ടാണ് നമ്മൾ ഫാമിൽ ഇങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം പോരായ്മ ഉള്ളതെന്ന് പറയുന്നത് വെള്ളം കുറയുന്നതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും നമ്മൾ പഴയൊരു വാട്ടർ വേണം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ചിലപ്പോൾ ഫ്രഷ് വാട്ടർ നിറച്ച് കൊടുക്കുമ്പോൾ ഇത് ഗപ്പി കുഞ്ഞുങ്ങളാകുമ്പോൾ ചിലപ്പോൾ ഡെഡായി പോകാൻ ചാൻസും കൂടി ഉണ്ട്. അതും കൂടി നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് ലേറ്റായിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കാനേ പാടുള്ളൂ. പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നിട്ട് 2 വെവ്വേറെ ടെമ്പറേച്ചറായിരിക്കും വെള്ളം ഡെഡായി പോകാൻ ചാൻസും ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു മെത്തേഡ്. അപ്പോൾ നമ്മൾ ആരും പരീക്ഷിക്കാത്ത ഒരു മെത്തേഡാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ആഴം കുറഞ്ഞ് ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാത്ത സന്ദർഭങ്ങളിൽ വെള്ളം ആഴം കുറഞ്ഞ സമയത്ത് ചിലപ്പോൾ ഗപ്പിക്കുങ്ങളിൽ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് വളർച്ച കിട്ടിയിട്ടുണ്ടായിരിക്കാം. അത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് വേണച്ച് ചെയ്ത ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്. യാദൃശികമായി മുമ്പ് സംഭവം നടന്നതാണ്. അപ്പോൾ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ അന്ന് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് വെള്ളം നിറച്ച് കൊടുത്ത് കുറച്ച് ഈ ആഴം എപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. അത് വെള്ളം ആഴം കൂടാതെ ഞാൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ഇത്ര റിസൾട്ട് കിട്ടിയത്. പിന്നെ ഇത് വെയിൽ അടിക്കുന്ന ഒരു ഭാഗത്ത് വെയിലടിച്ച ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വളരെ പെട്ടെന്ന് ചൂടായി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ തണുപ്പ് കാലത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്ന വളരെ സംഭവമാണ്. ആഴം വളരെ പെട്ടെന്ന് ഒരുപാട് അടിയിക്കാൻ വെള്ളം നിൽക്കുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ള തണുപ്പ് വെള്ളത്തേക്ക് അങ്ങനെ പെട്ടെന്ന് അതിലേക്ക് വരില്ല. അപ്പോൾ ആ ഒരു ഗുണം ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെതുകൊണ്ടാണ് ഞാൻ അന്ന് അത് ചെയ്ത് വെച്ചത്. അപ്പോൾ എനിക്കിത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ നോക്കി നോക്കുക. വെള്ളം നിറച്ച് ഇത്ര ലെവലിലേക്ക് ഇത്ര ആഴത്തിലുള്ള വെള്ളം നിറച്ച് കൊടുക്കുക. അതിൽ ഗപ്പി കുഞ്ഞുങ്ങൾ റിലീസ് ചെയ്യുക. എന്നിട്ട് 4 ദിവസം കൂടുമ്പോൾ വെള്ളം കുറയുമ്പോൾ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും തീർച്ചയായും ഗപ്പി കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് സൈസായി കിട്ടുന്നതാണ്. നേരത്തെ നമ്മളൊരു 20 ദിവസമെങ്കിലും നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു മെത്തേഡാണ്. വെള്ളത്തിൻ്റെ ആഴം കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങൾ വളർത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് സൈസായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗപ്പി കുഞ്ഞുങ്ങളുടെ വളർച്ച കിട്ടിയെന്ന ഈ ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ.